നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. വിശാഖം നക്ഷത്രം. പുതിയതായി വന്നു ചേരുന്ന ബന്ധങ്ങളിലൂടെയുള്ള പുരോഗതിയും സന്താനങ്ങളിലൂടെ കൈവരുന്ന സമാധാനവും ശ്രേയസ്സും കുടുംബത്തിൻ്റെ പുരോഗതിയുമെല്ലാം കൈവന്നു ചേരുന്ന സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം തരുന്നത്. അസാധ്യമെന്ന് തോന്നിയിരുന്ന കാര്യങ്ങളിൽ പോലും തൻ്റേതാകുന്ന അനുഭവ സമ്പത്തും പരിജ്ഞാനവും ഉപയോഗപ്പെടുത്തി വിജയിച്ചു മുന്നേറാനായി സാധിക്കുന്നതാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും പ്രീതിയോടെയും പെരുമാറുന്ന സന്താനങ്ങളിലൂടെ തങ്ങളുടെ ശ്രേയസ്സും അഭിമാനവും വർദ്ധിക്കുന്നു. പിതൃക്കളുടെ കർമ്മങ്ങളും മുടങ്ങിക്കിടന്നിരുന്ന വഴിപാടുകളും നടത്താനുള്ള അവസരമാണിത്. പുതിയ കാര്യങ്ങളിൽ പങ്കാളിയായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നു. ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുകയും ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം വന്നു ചേരുന്നതായി തോന്നുകയും ചെയ്യുന്നു. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാനും നിലവിലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒട്ടും തന്നെ തിളക്കം നഷ്ടപ്പെടുത്താതെ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കുന്നു. എല്ലാവിധ ദുഃഖങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളുമെല്ലാം മാറുന്ന സമയമാണ്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ
മനുഷ്യ നന്മയ്ക്ക്.